ഹായ് ഗായ്സ്, പത്തനംതിട്ട സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത്. നമ്മൾ കാത്തിരുന്ന ഒരു എപ്പിസോഡ് വിശേഷത്തിലേക്കാണ്. ഇനിയിപ്പോൾ നവ്യ ഈ വിവരങ്ങളൊക്കെ അറിയാൻ പോകുന്നത്, അഭിയാണ് ചന്തുമോളുടെ അച്ഛൻ എന്നുള്ള വിവരം അറിയാൻ പോകുന്നത് അനഘയിൽ നിന്നായിരിക്കും കേട്ടോ. അനഘയുടെ റൂമിന് ചുറ്റും കാവൽ ആളിനെ നിർത്തിയിരിക്കുകയായിരുന്നല്ലോ അഭി. അതെല്ലാം നമ്മുടെ നയന പൊളിച്ചടുക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനു പകരം നയന പറയുന്നുണ്ട്, ഞങ്ങളുടെ ആളുകൾ അവിടെ മുഴുവനുണ്ട്, അതുകൊണ്ട് നിൻ്റെ ആളുകൾക്കൊന്നും ചലിക്കാൻ പറ്റില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ ഞാൻ അപ്പോഴേ അറിയുമെന്ന് പറയാണ്. അതുകൊണ്ട് തന്നെ അഭി ആ കാര്യങ്ങളൊക്കെ അങ്ങ് വിടുക. അങ്ങനെ നമ്മുടെ അനഘ സുഖം പ്രാപിച്ച് നവ്യയുടെ മുമ്പിലേക്ക് തന്നെ നേരിട്ടെത്തി സത്യങ്ങളൊക്കെ വിളിച്ചു പറയുകയാണ് ചെയ്യുന്നത്. ആ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നയന എല്ലാ വിവരങ്ങളും പറയാണ് അബിയോട്. അബി, നീ അവിടെ ചെന്ന് അനഘയെ ഭീഷണിപ്പെടുത്തുന്നുണ്ടല്ലേ? ഈ വിവരങ്ങളൊക്കെ ഞങ്ങൾ അറിയുന്നുണ്ട്. എന്ന് വെച്ചാൽ നീ അവിടെ ചെല്ലുമെന്നും നിൻ്റെ ആൾക്കാരെ എല്ലാം അവിടെ വിന്യസിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ആൾക്കാരുണ്ട്. നിൻ്റെ ഒരു ചലനം പോലും ഞങ്ങൾ അപ്പോൾ അറിയും അബി. അതുകൊണ്ട് നിനക്ക് അനഘയെ ഒന്നും ചെയ്യാൻ പറ്റുമെന്ന് നീ വിചാരിക്കേണ്ട. നിൻ്റെ ആളുകളോട് അവിടെ നിന്ന് മാറിക്കോളാൻ പറഞ്ഞോളാൻ പറയാം. ഇത്രയൊക്കെ നീ ചെയ്തു കൂട്ടിയത് ഒക്കെ ഞങ്ങളങ്ങ് ക്ഷമിച്ചു. എന്തിനാ? നിങ്ങളുടെ കുടുംബജീവിതം ആലോചിച്ചിട്ട്. ഇനിയും നീ ആളാവാൻ ശ്രമിച്ചാ നീ അഴിയെണ്ണും, നീ അകത്ത് കിടക്കും എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പം അഭി ആകെപ്പാടെ പേടിച്ചു പോവാണ്. ഒരു രക്ഷയില്ലല്ലോ, ഇനി എങ്ങാനും അകത്ത് കിടക്കേണ്ടി വന്നാലോ, ഇനിയിപ്പോൾ അനഘയെ ഒന്ന് തൊടാൻ പോലും പറ്റില്ല. അല്ലെങ്കിൽ എങ്ങനെങ്കിലും അനഘയെ തീർക്കണം എന്ന് വിചാരിച്ചിരുന്നാണ്. അനഘയ്ക്ക് ഒരു ചലനോ ഒരു മാറ്റമോ ഉണ്ടാവുമോ, ആരെങ്കിലും ചെല്ലുന്നവരോട് എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടോ, ഇതിനൊക്കെ വേണ്ടി അഭി ആളെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് അവിടെ ചെന്ന് അനഘയെ ഭീഷണിപ്പെടുത്തി വിഷമിപ്പിച്ചിട്ടൊക്കെ പോരുക എന്നുള്ളത് അഭിയുടെ ഹോബിയായിരുന്നു. ഇതിപ്പം നയനെ അങ്ങ് പൊളിച്ചെടുക്കാണ്. അനഘയെ അഭി ഒന്നും ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആദർശം നയനയും കൂടി ചെയ്തു വെച്ചിട്ടുണ്ട്. അതോടുകൂടി അഭിയുടെ ഗ്യാസ് തീരുകയാണ്. അഭിയുടെ സുഹൃത്തിനെ വിളിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട് കേട്ടോ, ദേ, ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. അവിടെ ഇനി നിങ്ങളുടെ ഒന്നും കാവൽ വേണ്ട. കാവൽ നിന്നിട്ടും കാര്യമില്ല. ഇത്രയും നാളും അവിടെ നിർത്തിക്കൊണ്ടിരുന്നത് ആ അനഘ ചലിക്കുന്നുണ്ടോ, അവളുടെ നാവ് അനങ്ങുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. ആരെങ്കിലുമൊക്കെ അവിടെ വരുമ്പോൾ അവൾ സത്യങ്ങൾ വിളിച്ചു പറയുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അവൾ ഇനി തലയുയർത്തി എഴുന്നേറ്റ് നടക്കാൻ പാടില്ല. അത് ശ്രദ്ധിക്കാനാണ്. നമ്മുടെ പ്ലാനുകളൊക്കെ പൊട്ടാതിരിക്കാനാണ്. പക്ഷേ ദേ ഇപ്പം അതെല്ലാം തീർന്നിരിക്കുക. ആദ്യം ആദർശം നയനിയും എല്ലാ വിവരങ്ങളും അറിഞ്ഞു. അവർ തൽക്കാലത്തേക്ക് അതെല്ലാവരിൽ നിന്നും മറച്ചു വച്ചിരിക്കുകയാണ്. ഇനി മുത്തശ്ശനും മുത്തശ്ശിയും വല്ലതും അറിഞ്ഞോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട്. പിന്നെ അവിടെ മുഴുവൻ മുത്തശ്ശൻ്റെയും ആദർശിൻ്റെയും ആളുകളാണ് അനഘയ്ക്ക് കാവലായിട്ടുള്ളത്. നമുക്ക് അവിടെ ഒന്ന് ചലിക്കാൻ പോലും പറ്റില്ല. പിന്നെ എന്തിനാണ് നമ്മളവിടെ കാവലിന് നിൽക്കുന്നത്? അതിൻ്റെ ആവശ്യമേ ഇല്ല. ഇനിയിപ്പം നിങ്ങളുടെ വഴിക്ക് പോയാൽ മതി എന്ന് പറയാം. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, അത് അഭിസാറ് ഞങ്ങൾക്ക് പറഞ്ഞ എമൗണ്ട് എടാ മാസം തോറും തന്നുകൊണ്ടിരിക്കുകയല്ലായിരുന്നോ? നിങ്ങൾക്ക് ഡെയിലി നിങ്ങളുടെ ആവശ്യത്തിനുള്ള പണം ഞാൻ തരുന്നില്ലായിരുന്നോ? ഇനിയിപ്പോൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ അവർ പറയണേ, നമ്മുടെ എഗ്രിമെൻറ്റ് പ്രകാരം അഭിസാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, കിട്ടുന്നതിലൊരു നല്ല വിഹിതം ഞങ്ങൾക്ക് കൂടിയുള്ളതാണ്. അതുകൊണ്ടല്ലേ ഞങ്ങൾ ആദ്യം മുതൽ ഇവിടം വരെ കാവൽ നിന്നത് എന്ന് പറയാം. അപ്പോൾ അഭി പറയുന്നുണ്ട്, അതിനെനിക്ക് വല്ലതും കിട്ടണ്ടേ? ഇതിൻ്റെ ഫലമായിട്ട് അനന്തപുരിയിൽ നിന്ന് ഇറങ്ങാതെ ഇരിക്കുകയും ആദർശ് ചീത്തക്കാരനാകുകയും ചെയ്താൽ എനിക്ക് അനന്തപുരിയിലെ സ്വത്തുക്കൾ കിട്ടണമായിരുന്നു. അത് കിട്ടിയാലല്ലേ വീതം തരാൻ പറ്റുള്ളൂ. ഇതുവരെ മുത്തശ്ശൻ അങ്ങനെ ഒരു കടുംകൈ ചെയ്തിട്ടില്ല എന്ന് പറയാം. അപ്പോൾ അവർ പറയാം, ഞങ്ങൾ പിന്നെ ഇത് എത്ര നാൾ കാത്തിരിക്കണം എന്നാണ് പറയുന്നത്. സാറിന് എന്തായാലും സ്വത്ത് കിട്ടും. ഇപ്പം തന്നെ ഒരു ജുവലറിയുടെ ചാർജ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ പല നേട്ടങ്ങളും സാറിനാണ് ഉണ്ടായിരിക്കുന്നത്. ഒന്നുമില്ലേലും സാറിൻ്റെ ഭാര്യയുടെ മുമ്പിൽ നല്ലവൻ ചമയാൻ പറ്റിയില്ലേ? ആ ആദർശിനെ നാറ്റിക്കാൻ പറ്റിയില്ലേ? സമൂഹത്തിൻ്റെ മുമ്പിൽ ഒരു നിലയും വിലയൊക്കെ വന്നില്ലേ സാറിന്? തനി ഉഴപ്പനല്ലായിരുന്നോ സാറേ എന്നൊക്കെ അവർ ചോദിക്കുക. അതൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ എത്ര നാൾ അതൊക്കെ ഇനി നിലനിൽക്കുമെന്ന് അറിയില്ല. കാരണം കളിക്കാനുള്ള വടി ആദർശിൻ്റെയും നയനയുടെയും കയ്യിലല്ലേ ഇരിക്കുന്നത്. അവരെന്താ ചെയ്ത് കൂട്ടാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല എന്ന് പറയാം. അപ്പോൾ അവർ പറയുന്നുണ്ട്, ഇതൊന്നും ഞങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല. സാർ പറഞ്ഞ എമൗണ്ട് ഞങ്ങൾക്ക് തരണം. കാരണം ഈ കളി തുടങ്ങുന്നതിന് മുമ്പ് തൊട്ട് സാറിൻ്റെ കൂടെ നിൽക്കുന്നതാണെന്ന് പറയാണ് എല്ലാ നാടകത്തിനും. ഇനിയിപ്പോൾ സാർ ഇത് തരാൻ കൂട്ടാക്കിയില്ലേ, സാറിൻ്റെ ഭാര്യയുടെ മുമ്പിൽ നേരിട്ട് വന്ന് ഞങ്ങളെ സത്യങ്ങളെല്ലാം അങ്ങ് വിളിച്ച് പറയുമെന്ന് പറയുമ്പോൾ അഭി പറയാം, അതേ കൂടുതൽ കളിക്കാൻ നിൽക്കരുത്. നിങ്ങൾക്ക് ഈ അഭിയെ അറിയത്തില്ല. അഭി ആരാന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല ശരിക്കും എന്നൊക്കെ പറയുമ്പോൾ പറയാം, സാറിനെ ഞങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. സകല ചതിയും കയ്യിലുള്ള ആളാണെന്ന് മനസ്സിലായി.
ദേ ഇപ്പം ആ കിടക്കുന്ന അനഘ എന്ന് പറയുന്ന പെൺകുട്ടിയോട് കാണിച്ച ചതി അതെത്ര വലുതാണെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങളും അത്ര നിസ്സാരക്കാരൊന്നുമല്ല. നിസ്സാരക്കാരായിട്ട് സാറ് ഞങ്ങളെ കാണുക വേണ്ട എന്നൊക്കെ പറഞ്ഞ് അവർ വെല്ലുവിളിച്ചൊക്കെ പോകുന്നുണ്ട്. അഭിയുമായിട്ട് ചെറുതായിട്ട് ഇടഞ്ഞ് തന്നെയാണ് അവർ പോകുന്നത്. അതേസമയം അനഘ ഇങ്ങനെ ചികിത്സയിലൊക്കെ ആണല്ലോ. അപ്പോൾ അനഘയുടെ മനസ്സ് മുഴുവൻ അഭി വന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ കിടന്നിങ്ങനെ തികട്ടുന്നുണ്ട്. കാരണം എന്തായാലും നീ ഇവിടുന്ന് അനങ്ങാനോ സംസാരിക്കാനോ നിൻ്റെ തലയൊന്ന് ഉയർത്താനോ നീ ശ്രമിക്കരുത്. ശ്രമിച്ചു കഴിഞ്ഞാൽ നിന്നെ ഞാൻ തീർക്കുമെന്ന് പറയുകയാണ് അഭി. അപ്പോൾ അതൊക്കെ അനഘ ഇങ്ങനെ മനസ്സിലാലോചിക്കുക. അതേസമയം നല്ല ചികിത്സ കൊടുക്കുകയാണ് കേട്ടോ മുത്തശ്ശൻ. അതുപോലെ ആദർശും നയനയും ഒക്കെ നല്ല സപ്പോർട്ട് കൊടുക്കുകയാണ് അനഘയ്ക്ക്. അങ്ങനെ അസുഖം ഉണ്ട് ഉള്ളിലെങ്കിലും അനഘയുടെ ആ ഒരു ജീവച്ഛവമായിട്ട് കിടക്കുന്ന അവസ്ഥയിൽ നിന്നൊരു മാറ്റമൊക്കെ വരാൻ തുടങ്ങുകയാണ്. ചെറുതായിട്ട് അനഘയുടെ കാലുകളും കൈകളും ഒക്കെ ചലിക്കാനൊക്കെ തുടങ്ങുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ ജോലിക്കാരി വിളിച്ച് പറയുന്നുണ്ട് നമ്മുടെ മുത്തശ്ശനോട് പറയുന്നുണ്ട്, സാറേ ദേ ഈ അനഘ എന്ന് പറയുന്ന കുട്ടിക്ക് നല്ല മാറ്റമുണ്ട്. കൈകാലുകളൊക്കെ ചലിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല രീതിയിൽ പ്രതികരണശേഷിയുണ്ട്. എന്തെങ്കിലുമൊക്കെ മാറ്റം വരും, നല്ല ട്രീറ്റ്മെൻറ്റൊക്കെ കൊടുത്താലെന്ന് പറയാം. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, നമുക്ക് എന്ത് ട്രീറ്റ്മെൻറ്റ് വേണേലും കൊടുക്കാം, ആ കുട്ടിക്കൊന്നും സംഭവിക്കരുത്, ആ കുട്ടി രക്ഷപ്പെടണം എന്നൊക്കെ പറയാണ്. അങ്ങനെ മുത്തശ്ശൻ പോയിട്ട് ഡോക്ടറെ കണ്ട് സംസാരിക്കുന്നുണ്ട് അനഘയുടെ കാര്യം. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് കേട്ടോ, അതെ അനഘയ്ക്ക് ഇനിയിപ്പോൾ ഒരു റിക്കവറി എന്ന് പറഞ്ഞാൽ അതാ രോഗം, ക്യാൻസർ എന്ന് പറയുന്ന രോഗം, അതിൽ നിന്നൊരു മുക്തിയൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം നല്ല രീതിയിൽ ബ്രെയിൻ ട്യൂമർ ആയിട്ടുണ്ട്. അതുകൊണ്ട് അതൊരു 4th സ്റ്റേജൊക്കെ ആയതുകൊണ്ട് ഇനി രക്ഷപ്പെടുമെന്നുള്ള കാര്യത്തിൽ ഓരോ ഉറപ്പുമില്ല. പിന്നെ ഇപ്പോൾ ഉള്ള ഈ കോമ സ്റ്റേജ്, അതിൽ നിന്നൊരു മാറ്റം ഉണ്ടായി കുറച്ച് കാലം കൂടി നന്നായിട്ട് ജീവിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് പറയാണ്. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, അങ്ങനെയുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ നന്നായിട്ട് നീക്കാം. ആ കുട്ടി എഴുന്നേറ്റ് നടക്കട്ടെ, ജീവിക്കുന്നിടത്തോളം കാലം ജീവിക്കട്ടെ എന്ന് പറയാണ്. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, അതിന് നല്ല രീതിയിൽ ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്താൽ എന്തായാലും ഇപ്പോൾ ചലനശേഷിയും പ്രതികരണശേഷിയും ഒക്കെ വന്ന സ്ഥിതിക്ക് വലിയ താമസമില്ലാതെ തന്നെ അങ്ങനെ ഒരു നല്ല മാറ്റം ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകളെല്ലാം കാണുന്നുണ്ടെന്ന് പറയുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, എത്ര പണം വേണമെങ്കിലും നമുക്ക് മുടക്കാം, ആ കുട്ടി എണീറ്റ് നടക്കണം എന്ന് പറയാണ്. അങ്ങനെ നല്ല ഒരു ചികിത്സ തന്നെ കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ് കേട്ടോ മുത്തശ്ശൻ അനഘയ്ക്ക്. മറ്റാരും അറിയുന്നൊന്നുമില്ല. ഇത് അനന്തപുരിയിൽ ആരുമായിട്ട് ഇതിനെക്കുറിച്ച് ചർച്ചയൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെ അനഘയ്ക്ക് രഹസ്യമായിട്ട് തന്നെ ഫിസിയോതെറാപ്പിയും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട്. അബിയുടെ കൂട്ടാളികളും അങ്ങോട്ടൊന്നും ചെല്ലാത്തത് കാരണം ആ വിവരങ്ങളൊന്നും അബി അറിയുന്നുമില്ല. അങ്ങനെ നല്ല രീതിയിൽ ചികിത്സയൊക്കെ നടത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അനഘ. അതേസമയം നമ്മുടെ അനാമിക അടുത്ത മരണം. അനാമികയാണെങ്കിൽ വീട്ടിലാണല്ലോ, അച്ഛനും അമ്മയും എല്ലാമായിട്ട് അനാമികയെ ചെന്ന് ദേവയാനി തന്നെ വിളിച്ചിട്ട് പോലും അനാമിക തിരിച്ചു പോകാനായിട്ടൊന്നും തയ്യാറാകുന്നില്ല. അപ്പോൾ നമ്മുടെ വേണു പറയുന്നുണ്ട്, മോളെ നീ തിരിച്ചു പോകണമെന്ന് പറയാം, ഇങ്ങനെ ഇവിടെ കടിച്ചു തൂങ്ങി നിന്നാൽ നമ്മുടെ ലക്ഷ്യങ്ങളിലൊന്നും നമ്മൾ എത്തിപ്പെടത്തില്ല എന്ന് പറയാണ്. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, അച്ഛൻ എന്താ പറയുന്നത്, ഞാൻ അവിടെ പോയി വെറും ഒരു അടിമയെ പോലെ കിടക്കണം എന്നാണോ പറയുന്നത്? ഇങ്ങനെയുള്ള പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നത് ഇതുപോലെ സഹിക്കാൻ വയ്യാതെ വരുമ്പം, വീട്ടുകാരുടെ സപ്പോർട്ട് പോലും ഇല്ലാതെ വരുമ്പം എന്നൊക്കെ പറയുമ്പം വേണു പറയാ, അതെന്താ മോളെ നീ അങ്ങനെ പറയുന്നത്, നീ അങ്ങനെ വല്ലതും ചെയ്യുമോ, നിനക്ക് ഫുൾ സപ്പോർട്ടല്ലേ, നമ്മൾ മൊത്തത്തിൽ അവരെ പറ്റിച്ചുകൊണ്ടിരിക്കുകയല്ലേ, പിന്നെ അങ്ങനെ ഒരു വിഷമം ഉണ്ടോ നിനക്കെന്ന് ചോദിക്കുമ്പോൾ അനാമിക പറയാ, എനിക്കങ്ങനെ ഒരു ഒന്നുമില്ല, പക്ഷേ നാണം കെട്ട് അവിടെ പോയി നിന്ന് അവരുടെയൊക്കെ ആട്ടും തൂപ്പും കൊള്ളാനൊന്നും എന്നെ കിട്ടില്ല. എനിക്ക് എൻ്റെ വഴിയെ എൻ്റെ സ്വാതന്ത്ര്യം. അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ പോലും എല്ലാവരെയും ബോധിപ്പിക്കേണ്ടതുണ്ട്. ഇവിടെ ആകുമ്പം എനിക്ക് ആ പ്രശ്നങ്ങളൊന്നുമില്ല, അവിടെ പോയി ഞാൻ നിന്നിട്ടും പ്രത്യേകിച്ച് ആരെയും പ്രീതിപ്പെടുത്താനുമില്ല എന്ന് പറയുമ്പോൾ രേവതി പറയുന്നുണ്ട്, ഏയ് അങ്ങനല്ല മോളെ, നീ അവിടെ ചെന്ന് നിൽക്കണം. അനിയുടെ മനസ്സ് മാറ്റാനൊന്നും ഇനി പറ്റുമൊന്നുമില്ല, അത് നീ ശ്രമിക്കാനും പോകണ്ട. പക്ഷെ നിൻ്റെ അമ്മായിയമ്മയുടെ മനസ്സൊക്കെ ഒന്ന് തണുപ്പിച്ചെടുക്കണം. എന്നിട്ട് അവരിൽ നിന്നെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ അടിച്ചു മാറ്റണം. പിന്നെ ദേവയാനി ഉണ്ടല്ലോ, ദേവയാനിക്ക് ഇപ്പോഴും നിന്നോട് വലിയ വെറുപ്പൊന്നുമില്ല, നിന്നോട് താല്പര്യം തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് അവരെ ഒന്ന് സോപ്പിട്ട് നിന്നാൽ, നയന പറയുന്നതിനൊക്കെ ഒരു എതിര് നിന്നാൽ നിനക്ക് കാര്യം സാധിച്ചെടുക്കാം. അല്ലെങ്കിൽ ഇപ്പം കണ്ടില്ലേ നീ, ആ നയന അവിടെ മൊത്തം കയ്യേറിയിരിക്കുകയാണ്. മുത്തശ്ശനും മുത്തശ്ശിയും മുഴുവൻ സ്വത്തും ആദർശനും നയനയ്ക്ക് എഴുതി കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. അല്ലെങ്കിൽ തന്നെ ആദർശനും നയനയ്ക്കും ഉണ്ടാകുന്ന കുഞ്ഞിനാണ് സ്വത്ത് മുഴുവനും ആ കിളവൻ നേരത്തെ പറഞ്ഞതല്ലേ. ഇനിയിപ്പം നയന എങ്ങാനും ഗർഭിണിയായാൽ ആ കുഞ്ഞിനായിരിക്കും എല്ലാം പോകുന്നത് എന്ന് പറയുമ്പം അനാമിക പറയാണ്, അതിനുള്ള ട്രീറ്റ്മെൻറ്റൊക്കെ അവർ ചെയ്യുന്നുണ്ട് ഒരു കുഞ്ഞിനെ കാണാൻ. ഇതേ ഇപ്പം എന്തിനാ ഇനി കുഞ്ഞ്, ആദർശ് അവിഹിതത്തിലുണ്ടായ കുഞ്ഞിനെ അവിടെ കൊണ്ടുവന്നിരിക്കുകയല്ലേ, നയനെ അതിനെ സ്വന്തം കുഞ്ഞായിട്ടങ്ങ് വളർത്തുകയല്ലേ
എന്നൊക്കെ അനാമിക പറയുമ്പോൾ വേണു പറയാ, അതൊക്കെ എന്തെങ്കിലും ആകട്ടെ മോളെ, ഇതിനൊക്കെ വീതം വെച്ച് പോകുന്നതിന് മുമ്പ് തന്നെ നീ നിന്റെ കാര്യങ്ങളൊക്കെ സഹായിച്ചെടുക്കണം. അനന്തപുരിയിലെ സ്വത്ത് ഒന്ന് മാത്രം കണ്ടോണ്ടാണ് നമ്മൾ അവിടെ കയറി കൂടിയത്. ഈ കള്ളത്തരങ്ങൾ മുഴുവൻ ചെയ്തതും ഈ കടങ്ങൾ മുഴുവൻ വരുത്തി വെച്ചതും എല്ലാം ആ വലിയ നിധി കണ്ടോണ്ടാണ്. അത് നമുക്ക് കുറച്ചെങ്കിലും നേടിയെടുക്കണം എന്ന് പറയാം. അതുകൊണ്ട് നീ മാനോ അഭിമാനമോ ഒന്നും വിചാരിക്കാൻ പോകണ്ട, നീ അനന്തപുരിയിലേക്ക് തന്നെ തിരിച്ചു പോകണം എന്ന് അനാമികയോട് പറയാം. അങ്ങനെ അനാമികയ്ക്ക് വരെ മനസ്സൊക്കെ ആകുവാണ്. അനാമിക പറയുന്നുണ്ട്, ശരിയാ, ഞാൻ തിരിച്ചു പോകാം. ഞാൻ അവിടുന്ന് മാറി നിൽക്കുന്ന ഓരോ സമയവും അനി ആ നന്ദുവായിട്ട് കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അവനുമായിട്ടൊരു ജീവിതമൊന്നും ഞാൻ ആഗ്രഹിക്കുന്നൊന്നും ഇല്ലെങ്കിലും ആ നന്ദുവും അനിയും കൂടെ സന്തോഷമായിട്ട് ജീവിക്കുന്ന കാണാൻ എനിക്ക് യാതൊരു താല്പര്യവും ഇല്ല. അത് ഞാൻ സമ്മതിക്കുകയില്ല. എനിക്ക് ജീവനുള്ളിടത്തോളം കാലം ഞാനത് സമ്മതിക്കില്ല. അതുകൊണ്ട് ഞാൻ അവിടെ തന്നെ ചെല്ലും. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കണം, ഇല്ലെങ്കിൽ എല്ലാവരും അങ്ങ് സന്തോഷത്തോടെ ജീവിച്ച് സുഖിച്ചു പോവില്ലേ? അതൊന്നും എനിക്ക് കാണാൻ കഴിയില്ല എന്ന് പറയുമ്പം വേണു പറയാം, ശരിയാ മോളെ, നീ ചെല്ല്. അനന്തപുരിയിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളും പൊട്ടിത്തെറികളും ഒക്കെ ഉണ്ടാവണം, അത് നമുക്ക് ഗുണേ ചെയ്യുള്ളൂ. അതുകൊണ്ട് നീ ചെല്ല് എന്ന് പറയാം. അങ്ങനെ അനാമിക തീരുമാനിക്കുക അനന്തപുരിയിലേക്ക് പോകാനായിട്ട് കേട്ടോ. അതേസമയം നമ്മുടെ നയനയാണെങ്കിൽ പാലിൽ വിഷം ചേർത്ത് കൊടുത്തത് അനാമികയാണെന്നുള്ള കാര്യം ആദർശിനോട് പറഞ്ഞിരിക്കുകയാണ്. ആദർശിൻ്റെ മനസ്സിൽ നല്ല ദേഷ്യമുണ്ട് കേട്ടോ, ഇങ്ങനെ ഒരു കാര്യം അനാമിക ചെയ്തല്ലോ എന്ന് ഓർത്തിട്ട്. പക്ഷെ ദേവയാനിയോട് ഇതൊന്നും പറയുന്നില്ല ആരും. അങ്ങനെ ആദർശ് നമ്മുടെ അനിയെ വിളിക്കുക. അനിയെ വിളിച്ചിട്ട് അനിയോട് പറയുന്നുണ്ട്, അനി, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് വിളിച്ച് കൊണ്ടുപോവുകയാണ് പുറത്തേക്ക്. എന്നിട്ട് അവർ രണ്ടുപേരും കൂടെ ഇങ്ങനെ സംസാരിക്കുമ്പം അനിയോട് ചോദിക്കുന്നുണ്ട് അനാമികയെ കുറിച്ചിട്ടൊക്കെ, എന്താ നിൻ്റെ അഭിപ്രായം? നീയും അനാമികയും കൂടെ ഉള്ള ജീവിതം മുന്നോട്ട് പോവില്ലേ? ഇങ്ങനെ അടിയും വഴക്കും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിന്നാൽ മതിയോ? അതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാവണ്ടേ? നമ്മുടെ അനന്തപുരിയിൽ ഇതൊന്നും പതിവില്ലാത്തതല്ലേ? പ്രായമായിരിക്കുന്ന മുത്തശ്ശനും മുത്തശ്ശിക്കൊക്കെ ഇത് ഒരുപാട് വിഷമം ഉണ്ടാക്കുന്ന കാര്യമല്ലേ അനി? നീ കുറച്ചൊക്കെ ഒന്ന് ക്ഷമിക്ക് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുക. അപ്പം അനി പറയുന്നുണ്ട്, എന്ത് ക്ഷമിക്കണമെന്ന് ആദർശേട്ടൻ പറയുന്നത്? അവളുടെ വീട്ടുകാരുടെയും കയ്യിലിരിക്കുന്നത് മുഴുവൻ കള്ളത്തരങ്ങളാണ്. കള്ളത്തരവും ചതിയും എല്ലാം കൊണ്ടാണ് ഈ അനന്തപുരിയിൽ അവർ കയറിക്കൂടിയിരിക്കുന്നത്. ഇവിടുത്തെ സ്വത്തുക്കൾ മാത്രം മോഹിച്ചാണ് അവരിങ്ങോട്ട് വന്നിരിക്കുന്നത്. അങ്ങനെയുള്ളപ്പം ഞാൻ എന്ത് ക്ഷമിക്കണം എന്നാണ് പറയുന്നത്? ഇതിൽ കൂടുതൽ ക്ഷമിക്കാനൊന്നും എനിക്ക് പറ്റില്ല എന്ന് പറയാണ്. അപ്പോൾ ആദർശ് പറയാണ്, ശരിയാണ്, അനാമികയെക്കുറിച്ച് അത്ര നല്ല കാര്യങ്ങളൊന്നും അല്ല അറിയുന്നത്. അനാമികയുടെ സ്വഭാവത്തെക്കുറിച്ചിട്ടും അതുപോലെ അനാമികയുടെ അച്ഛൻ വേണുവിനെക്കുറിച്ചുമൊക്കെ മോശമായിട്ട് ഒരുപാട് അഭിപ്രായങ്ങൾ അറിയുന്നുണ്ട്. നന്ദു SI ആയതിനു ശേഷം പല വിവരങ്ങളും എന്നോട് പറഞ്ഞിട്ടുമുണ്ട് എന്ന് പറയുകയാണ്. അപ്പം അനി പറയുന്നുണ്ട്, ആദർശേട്ടന് പറഞ്ഞല്ലോ. എന്നിട്ട് വീണ്ടും ആദർശേട്ടൻ എന്തർത്ഥത്തിൽ അവളുമായിട്ട് ഒന്നിച്ച് ജീവിച്ച് പോകണമെന്ന് പറയുന്നതെന്ന് പറയുക. അപ്പോൾ പറയുന്നുണ്ട്, അത് വേറൊന്നും കണ്ടല്ല അനി, നീ നന്ദുവിൻ്റെ പുറകെ ഇങ്ങനെ നടക്കുന്നത് അത്ര ശരിയല്ല. നന്ദു വിവാഹം കഴിയാത്ത ഒരു പെൺകുട്ടിയാണ്, നീ വിവാഹിതനും. അങ്ങനെ ഒരു ബന്ധം സമൂഹം അംഗീകരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതുമല്ല, അനാമിക നിന്റെ ഭാര്യയായിട്ടിരിക്കുമ്പം നീ നന്ദുവിൻ്റെ പുറകെ നടക്കുന്നത് അവളുടെ ജോലിയെ തന്നെ ബാധിക്കുകയല്ലേ ചെയ്യുന്നതെന്ന് ചോദിക്കുക. അപ്പോൾ അനി പറയുന്നുണ്ട്, അത് ആദർശേട്ടാ തെറ്റാണെന്നൊക്കെ എനിക്കറിയാം, പക്ഷേ നന്ദു ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് പറയുക. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അതൊന്നും നടക്കാൻ പോകുന്നില്ല. നേരത്തെ അന്നേ തന്നെ ഈ വിവരം നീ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങളുടെ വിവാഹം ഞാൻ നടത്തി തന്നേനെ. പക്ഷേ ഇപ്പോൾ സമയം വൈകിപ്പോയി, ഇനിയിപ്പം ഇത് നടക്കാൻ പോകുന്നതെന്ന് തോന്നുന്നില്ല. നന്ദുവും അവളുടെ വീട്ടുകാരും ഒന്നും ഇതിന് താല്പര്യം കാണിക്കുന്നില്ല. നവ്യയും നയനയൊക്കെ അനന്തപുരിയിലേക്ക് വന്നപ്പോൾ ഉണ്ടായ പ്രശ്നങ്ങൾ കാരണം ഇനി നന്ദുവിനെ കൂടി അനന്തപുരിയിലേക്ക് കയറ്റി വിട്ടാൽ ആ നാണക്കേട് ആ കുടുംബത്തിനാണ്. അതുകൊണ്ട് അച്ഛനും അമ്മയൊന്നും അതിന് സമ്മതിക്കില്ല അനി. അതുകൊണ്ട് നീ ആ കാര്യമൊക്കെ വിട്ട് അനാമികയുടെ കൂടെ ഒരു ജീവിതത്തിലേക്ക് പോകുന്നു പറയാം. അപ്പം അനി പറയുന്നുണ്ട്, ആദർശേട്ടൻ എങ്ങനെ തോന്നുന്നത് പറയാൻ? അവൾ ചെയ്തു കൂട്ടുന്ന കള്ളത്തരങ്ങളൊക്കെ ആദർശേട്ടനും അറിവുള്ളതല്ലേ എന്ന് ചോദിക്കുക. അപ്പം ആദർശ് പറയുന്നുണ്ട്, അതെ, അടുത്ത് ഞാനും ഒരു കാര്യം അറിഞ്ഞു. നീ അറിഞ്ഞിട്ടുള്ള കാര്യമായിരിക്കില്ല. ഇനി ഇതറിയുമ്പോൾ നീ അനാമികയോട് വഴക്കിനൊന്നും പോകണ്ടെന്ന് പറയാം. അപ്പം അനി ചോദിക്കുന്നുണ്ട്, ഇനി എന്താ പ്രത്യേകിച്ച് അവളെക്കുറിച്ച് അറിയാനിരിക്കുന്നത് എന്ന് ചോദിക്കുക. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ഇന്നാ നയന എന്നോട് ഈ വിവരം പറഞ്ഞത്. ഇത് കേട്ടപ്പോൾ തൊട്ട് എനിക്ക് വല്ലാത്തൊരു പ്രയാസമാണ് തോന്നിയത് എന്ന് പറയാണ്. അപ്പം അനി ചോദിക്കുന്നുണ്ട്, എന്താ ആദർശേട്ടാ, പ്രത്യേകിച്ച് എന്താ? അത് അന്ന് പാലിൽ വിഷം ചേർത്ത് കൊടുത്ത് ആ പാല് കുടിച്ചിട്ട് അമ്മ ആശുപത്രിയിലാകുകയും കരൾ നഷ്ടപ്പെടുകയും ഒക്കെ ചെയ്തില്ലേ? അതിനൊക്കെ കാരണം അനാമിക അവളുടെ അമ്മയുമാണെന്നാണ് നയന പറയുന്നത്. അന്ന് ആ പാല് നയന കാച്ചി വെച്ചപ്പോൾ ആ പാലിൽ വിഷം ചേർത്ത് വെച്ചത് അനാമികയും അവളുടെ അമ്മയും കൂടിയാണ്. അത് അമ്മയെ വീഴ്ത്താനായിട്ടായിരുന്നില്ല, നവ്യയോടുള്ള ദേഷ്യത്തിനായിരുന്നു. നവ്യയുടെ വയറ്റിലുള്ള കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടിയിട്ടായിരുന്നു അവർ ആ പണി ഒപ്പിച്ചു വെച്ചത്. നവ്യയ്ക്ക് പകരം അമ്മ എന്ന ആ പാലെടുത്ത് കുടിച്ചത് കൊണ്ടാണ് അമ്മയ്ക്ക് അങ്ങനെ ഉണ്ടായത്. അത്രയ്ക്ക് ദുഷ്ടയാണ് അനാമിക. അതുകൂടി കേട്ടപ്പം എനിക്കെന്തോ വല്ലായ്മ തോന്നിയ നീ.
ഞാനതാ നിന്നോട് സംസാരിക്കാൻ വന്നത്. നിങ്ങൾ ഒത്തുപോകുന്നെങ്കിൽ പോട്ടെ എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഒത്തുപോകാതിരിക്കുന്നത് നല്ലതെന്ന് എൻ്റെ മനസ്സും പറയുന്നുണ്ട്. ഇതിപ്പോൾ ഒരു പരിഹാരമില്ലാത്ത ഒരു പ്രതിസന്ധിയായി പോയല്ലോ അനി എന്ന് പറയുമ്പോൾ അനി പറയാണ്, എന്ത് പരിഹാരം ഇല്ലെന്ന് ആദർശേട്ടൻ പറയുന്നത്? അവൾ ഇതും ചെയ്യും, ഇതിൻ്റെ അപ്പുറവും ചെയ്യും. ഇനിയും ഞാൻ അവളുടെ കൂടെ ഇങ്ങനെ ജീവിച്ചാൽ അവൾ ഒരു ദിവസം എന്നെ കഴുത്ത് ഞെരിച്ച് കൊല്ലും. അത്രയ്ക്ക് ദുഷ്ടയാണ് അവൾ. അതുകൊണ്ട് ആ ഒരു ജീവിതമൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. എത്രയും പെട്ടെന്ന് എനിക്കൊരു ഡിവോഴ്സ് കിട്ടുകയാണെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടെന്ന് പറയാം. അതും അവൾ സമ്മതിക്കില്ലെന്ന് പറയാം. അപ്പം ആദർശ് പറയുന്നുണ്ട്, നീ ചോദിച്ചു നോക്ക്, അനാമിയോട് സംസാരിക്കും. നിങ്ങൾക്ക് ഒത്തുപോകാൻ പറ്റില്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് തന്നെ ചിന്തിക്കുക. ഇതുപോലുള്ള രീതിയിലുള്ള കാര്യങ്ങൾ ഇതിപ്പോൾ എങ്ങനെയായി പറയും? അമ്മയോട് പറയാൻ പറ്റുന്ന കാര്യമാണോ? അതുപോലെ തന്നെ അസുഖമായിട്ടിരിക്കുന്ന മുത്തശ്ശനോടും മുത്തശ്ശിയോടും ഒക്കെ അനാമികയെക്കുറിച്ച് ഇങ്ങനെ ഒരു വിവരം ചെന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും മുത്തശ്ശനൊക്കെ പ്രതികരിക്കുക? അവരുടെ മനസ്സിലൊക്കെ ഉണ്ടാകുന്ന വിഷമം എന്തായിരിക്കും? അതൊക്കെ ഓർത്തിട്ട് ഇതെല്ലാം ഞാൻ എൻ്റെ മനസ്സ് കുഴിച്ചു മൂടുകയാണ് അനിയെന്ന് പറയുക. അപ്പം അനിയും പറയാണ്, അതുകൊണ്ടാണ് ആദർശേട്ടാ ഞാനും ഇങ്ങനെയൊക്കെ അങ്ങ് പോകുന്നത് എന്ന് പറയുക. അങ്ങനെ ആ വിവരങ്ങളൊക്കെ അനി അറിയാം. അപ്പം അതിനുശേഷമാണ് നമ്മൾ അനാമിക ഓട്ടോ പിടിച്ച് അനന്തപുരിയിലേക്ക് വരികയാണ്. വന്ന് കയറുമ്പോഴേ റൂമിലേക്ക് ചെല്ലുമ്പോൾ അനി അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അനി ചോദിക്കുക, ആഹാ കെട്ടിലമ്മ തിരിച്ചു വന്നോ? എന്തിനാടി നീ തിരിച്ചു വന്നത്? ആരെ കൊല്ലാനാടി നീ ഇങ്ങോട്ട് ഇനി തിരിച്ചു വന്നത്? അപ്പോൾ അനാമിക ചോദിക്കുക, ഞാൻ തിരിച്ചു വരുന്നത് നിനക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ലെന്ന് എനിക്കറിയാം. നിനക്ക് ഏത് നേരം അവളെ സ്മരിച്ചുകൊണ്ടിരിക്കണ്ടേ? അതിനു വേണ്ടിയല്ലേ എന്ന് ചോദിക്കുമ്പോൾ അനി പറയുക, അല്ലടി നീ ഇനി ആരെയാ വിഷം ചേർത്ത് കൊല്ലാൻ പോകുന്നതെന്ന് ചോദിക്കുക. അപ്പോൾ അത് കേൾക്കുമ്പോൾ അനാമിക ഒന്ന് ഞെട്ടിപ്പോകുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുമ്പോൾ അനി വീണ്ടും പറയാ, അന്ന് പാലിൽ വിഷം ചേർത്ത് വെച്ചത് നീ നിൻ്റെ അമ്മയും കൂടി അല്ലേടി? അന്ന് അത് എടുത്ത് കുടിച്ച് വല്യമ്മ ആശുപത്രിയിലായത് നവ്യേച്ചിയെയും കുഞ്ഞിനെയും കൊല്ലാൻ വേണ്ടി അല്ലേടി ദുഷ്ട നീ അത് ചെയ്തത്? നീയൊക്കെ മനുഷ്യഗണത്തിൽ പെട്ടതാണോടി? നിനക്കൊക്കെ എങ്ങനെ ചെയ്യാൻ തോന്നടി ഇതൊക്കെ? മനുഷ്യനെ കൊല്ലാൻ നടക്കുന്ന പിശാചേ, എൻ്റെ രക്തം എന്നാടി നീ ഊറ്റി കുടിക്കുന്നത് എന്നൊക്കെ അനി ചോദിക്കുകയാണ് അനാമികയോട്. അപ്പോൾ അനാമിക ഇങ്ങനെ അന്തം വിട്ട് നിന്നിട്ട് പറയാണ്, ഓ അപ്പോൾ ആ വിവരവും ചോർത്തി തന്നു. ഇനിയിപ്പോൾ എന്തെങ്കിലും വിവരം അറിയാനുണ്ടോ? ഇപ്പോൾ അനാമിക ഫുൾ ചീത്തക്കാരിയായില്ലേ? പക്ഷെ നീ ഓർത്തോനി, ഇവിടുന്ന് വിട്ട് ഞാൻ പോവില്ല. ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കാതെ ഞാൻ പോവില്ല. നിനക്കറിയാമല്ലോ എൻ്റെ ഉദ്ദേശം. ഞാൻ പല പ്രാവശ്യം അത് നിന്നോട് മുഖത്ത് നോക്കി പറഞ്ഞിട്ടുള്ളതല്ലേ. അങ്ങനെ തന്നെ നടക്കുള്ളൂ എന്ന് പറയുമ്പോൾ അനി പറയാ, നീ എൻ്റെ ശവം കൂടി തിന്നിട്ടേ പോവുള്ളൂ. അതും ഞാൻ നിൻ്റെ തീറ്റിക്കും. കാരണം നീ എനിക്ക് ഡിവോഴ്സ് തന്നില്ല എന്നുണ്ടെങ്കിലേ ഞാൻ ആത്മഹത്യ ചെയ്യും. അത് മാത്രമേ എനിക്കിനി മാർഗമുള്ളൂ. അല്ലാതെ ഇതിൽ നിന്നൊരു രക്ഷയില്ല. നിന്നെപ്പോഴല്ലേ ഒരു പിശാസിൻ്റെ കൂടെ ജീവിക്കുന്നതിൽ നല്ലത് അത് തന്നെയാണ് എന്നൊക്കെ അനിയും വിളിച്ച് കൂവുന്നുണ്ട് കേട്ടോ. അതേസമയം അവിടെ അടുത്ത അത്ഭുതം നടക്കാൻ പോവാണ്. നമ്മുടെ അനഘ നടക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. അനഘയുടെ അസുഖങ്ങളൊക്കെ കുറഞ്ഞിരിക്കുകയാണ്. അനഘയ്ക്ക് ഉള്ള ആ ട്യൂമർ അത് ഉണ്ടെങ്കിലും പക്ഷേ അനഘയുടെ സംസാരത്തിനും നടപ്പിനും ഒക്കെ മാറ്റം വന്ന് തുടങ്ങിയിരിക്കുക. അനഘ ഇങ്ങനെ ജോലിക്കാരിയോട് പറയുന്നുണ്ട് കേട്ടോ, ഇങ്ങനെ ഒക്കെ മാറിയെന്നുള്ള വിവരം പുറത്താരും അധികം അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് സൂക്ഷിക്കുകയാണ് അവർ. എന്നിട്ട് പറയുന്നുണ്ട്, എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ അത് അഭിയാണ്, ആദർശല്ല എന്ന് പറയുമ്പോൾ അവരും അത്ഭുതപ്പെട്ടു പോവുകയാണ്. അതെ, ആദർശ് സാർ അങ്ങനെയൊന്നും ചെയ്യലെന്നാണ് എനിക്കും അറിയാം. അതൊരു തെറ്റിദ്ധാരണയുടെ പുറത്തുണ്ടായതായിരിക്കുമെന്ന് ഞാനും വിചാരിച്ചതാ എന്നൊക്കെ അവർ പറയുന്നുണ്ട്. ഈ സത്യം അഭിയുടെ വീട്ടിൽ ചെന്ന് അഭിയുടെ ഭാര്യയെ അറിയിക്കണം. അവളെ ചതിച്ചുകൊണ്ടിരിക്കുകയാണ്. അവളെ കൊണ്ട് ആ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സത്യം അറിയണം. എൻ്റെ ചന്തു മോള് അഭിയുടെ കുഞ്ഞാണെന്ന് അറിയണം. അനന്തപുരിയിൽ വളരാൻ യോഗ്യതയുള്ളവളാണ് അവളെന്ന് അറിയണം. അഭിയുടെ ഭാര്യ എൻ്റെ ചന്തുമോളെ ഒരുപാട് ഉപദ്രവിക്കുന്നുണ്ട്. അവളുടെ മനസ്സ് മാറണം. ഇവൻ്റെ ചതി അവൾ മനസ്സിലാക്കണം. അതിനുശേഷം ഞാൻ മരിച്ചു പോയാലും എനിക്ക് കുഴപ്പമില്ലെന്ന് പറയുകയാണ് അനഘ. അങ്ങനെ അനഘ അവിടെ നിന്ന് അനന്തപുരിയിലേക്ക് പോവുകയാണ് കേട്ടോ. സംസാരിക്കാറുമായി നടക്കാറുമായി ഒക്കെ ചെല്ലുവാണ്. നവ്യയുടെ മുമ്പിൽ ഇനി അനഘ ചെന്നാൽ മാത്രമേ സത്യം വെളിവാകത്തുള്ളൂ. അങ്ങനെ അനഘ കയറി ചെല്ലുന്ന കാണുമ്പോൾ എല്ലാവർക്കും അത്ഭുതമായി പോവുക. ഇനിയൊക്കെ കണ്ടിട്ട് കണ്ണ് തള്ളി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ദൈവമേ, അനഘ വരുന്നു. ഇപ്പം ഇനി സത്യങ്ങളൊക്കെ വിളിച്ച് പറയുമ്പം നവ്യേച്ചി എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പം നവ്യയുടെ മുമ്പിലേക്ക് ചെല്ലുക. എന്നിട്ട് പറയുന്നുണ്ട്, എന്നെ മനസ്സിലായോ? ഞാനാണ് അനഘ, ചന്തുമോളുടെ അമ്മ എന്ന് പറയുക. അപ്പോൾ ചന്തുമോളാണെ അമ്മയെന്ന് വിളിച്ചിട്ട് ഓടിയൊക്കെ ചെല്ലുന്നുണ്ട്. അപ്പോൾ ആ ചന്തുമോളെ എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അനഘ. എന്നിട്ട് അവിടെ നിൽക്കുമ്പോൾ അഭി ഇത് കണ്ട് ഞെട്ടി തള നാടിച്ച് നിൽക്കുക. ദൈവമേ, ഇവള് വന്നോ? ഇവൾക്ക് സംസാരിക്കാറായോ? നടക്കാറായെന്നൊക്കെ അനഘ സത്യങ്ങളെല്ലാം നയനയുടെ മുഖത്ത് നോക്കി പറയുകയാണ്. ഇവൻ ഒരു ചതിയനാണ്. ഇവൻ നിന്നെയും ചതിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ കുഞ്ഞിൻ്റെ അമ്മ ഞാനാണെന്ന് പറയാണ്. ഇതിൻ്റെ അച്ഛൻ അഭിയാണ്, അല്ലാതെ ആദർശേട്ടനല്ല. ആദർശേട്ടനും നയനയും ഈ കാര്യങ്ങളൊക്കെ നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ചത് നിൻ്റെ കുടുംബം തകരേണ്ടെന്ന് ഓർത്താണ്. പക്ഷേ നവ്യ അത് മനസ്സിലാക്കാൻ ഒട്ടും യോഗ്യതയുള്ള ആളല്ല. ഈ ദുഷ്ടക്കൂട്ടങ്ങളുടെ കൂടെ കൂടി എൻ്റെ കുഞ്ഞിനെ വരെ നിങ്ങൾ ഉപദ്രവിക്കല്ലേ ചെയ്യുന്നത്. അവളുടെ അച്ഛൻ ഇവൻ തന്നെയാണ്. നിന്നെ ഇവൻ ചതിക്കുകയാണെന്ന് എനിക്ക് അറിയിക്കണമായി
അറിയാമായിരുന്നു, അതാണ് ഞാനിവിടെ വന്നത്. ഇനിയിപ്പം ഞാൻ മരിച്ചാലും എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അബിയുടെ കഴുത്തിനൊക്കെ കുത്തിപ്പിടിക്കുന്നുണ്ട് കേട്ടോ. അബിയുടെ അടുത്തേക്ക് ചെന്ന് അബി പറയാം, നീ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നത് ഈ കള്ളത്തരം പറഞ്ഞുകൊണ്ട്? ഇത് ഈ ആദർശ് ഒപ്പിച്ച് വിട്ടതായിരിക്കും അല്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ DNA ടെസ്റ്റിൻ്റെ റിസൾട്ട് എടുത്ത് കാണിക്കാൻ പറയാണ് അനഘ. ഇവരുടെ കയ്യിലുണ്ടായിരുന്നു. ഇവരൊക്കെ ഇത് നേരത്തെ അറിഞ്ഞതാണ്, നിങ്ങളുടെ മുത്തച്ഛനും മുത്തശ്ശിയും ഒക്കെ. പക്ഷേ നവ്യ ഇതറിഞ്ഞാൽ സഹിക്കില്ലെന്ന് അറിഞ്ഞത് കൊണ്ട് മാത്രം ഇവരെല്ലാം ഇത് മറച്ചു വെച്ചതാ. പക്ഷേ എനിക്കിത് മറച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല, ഇത് തന്നെയാണ് സത്യം. നവ്യ ഇനി ഇത് അറിഞ്ഞ് ജീവിക്കണം എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ നവ്യയ്ക്കാണേലും ഒന്നും പറയാനില്ലാതെ നവ്യ ഇങ്ങനെ അന്തം വിട്ട് കണ്ണ് തള്ളി ഇങ്ങനെ നിൽക്കുകയാണ്. എന്താ ചെയ്യേണ്ടത്, ഇങ്ങനെയൊക്കെ പറഞ്ഞു പോയല്ലോ എന്നുള്ളത്. ഇനി നവ്യയുടെ അംഗം എന്താണ് നമുക്ക് കണ്ടറിയുക തന്നെ ചെയ്യണം. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.